ഹായ് ഗായ്സ്, ഇന്നൊരു ഈവനിങ് സ്നാക്ക് ആയാലോ? നല്ല അടിപൊളി സ്നാക്ക് പൊട്ടാറ്റോ വെച്ചിട്ട് നല്ല സിമ്പിളായി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം 2 പൊട്ടാറ്റോനെ ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ പൊട്ടാറ്റോനകത്തേക്ക് നന്നായിട്ട് ഉപ്പും എല്ലാം കയറി അത് നല്ല സോഫ്റ്റായി വരും. ഇനി നമുക്കിത് ഈ വെള്ളത്തിനകത്ത് നിന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. നന്നായി ഡ്രെയിൻ ചെയ്ത് നമുക്ക് ഈ ഗ്രേറ്റ് പൊട്ടാറ്റോ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ അത്യാവശ്യം സോൾട്ട് അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചില്ലി പേസ്റ്റാണ്, ഗാർലിക് യൂസ് ചെയ്തില്ല, ജിഞ്ചർ ചില്ലി പേസ്റ്റ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ചില്ലി പൗഡർ. അപ്പോൾ നമ്മളിത് നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി കുറേശ്ശായി നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ, അപ്പം ഇവിടെ 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എന്തായാലും അത് ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി മാവിൻ്റെതിലും കുറച്ച് ലൂസായി ആ ഒരു കൺസിസ്റ്റൻസിയിലാണ്, കാരണം ഞാനിതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതുണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി. അത് കഴിഞ്ഞ് 30 മിനിറ്റ് റെസ്റ്റ് ആകുമ്പോൾ ഒന്ന് ലൂസാവും. എന്നിട്ട് ഞാൻ നോക്കിയിട്ടേ വെള്ളം ചേർക്കുള്ളൂ. നിങ്ങളത് ചെയ്യുന്നില്ല, അത് കമ്പൽസറി അല്ല. ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്നുകൂടി ലൂസൻ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ നോക്കട്ടെ ആദ്യം ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന്. ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് ഇട്ട് നോക്കട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം വരരുത്, കാരണം പൊട്ടാറ്റോ കുക്ക് ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്, ലോ ഫ്ലെയിം ആയാൽ നന്നായി എണ്ണ കുടിക്കുകയും ചെയ്യും. ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളത്തിലെ കൺസിസ്റ്റൻസി ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഹാർഡായി പോകും. ഇല്ല എങ്കിൽ നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ ഫ്രൈ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാ നന്നായി ഈ ഒരു ബ്രൗണിഷ് കളറായി വെന്തെല്ലാം വന്നിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി. ഞാനല്ലോ നല്ല ചൂട് ചായയുടെ കൂടെ ഒരു സ്നാക്ക്, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം, മുറിച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നല്ല സോഫ്റ്റായി, നല്ല പുറം നല്ല ക്രിസ്പി, സോഫ്റ്റായി, നല്ല യമ്മി സ്നാക്കാണ്. അത് ചില്ലി മയോണൈസിൻ്റെ കൂടെ ഞാൻ അത് കഴിക്കുന്നത്. നിങ്ങൾക്ക് കെച്ചപ്പിൻ്റെ കൂടെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നാളെ വേറെ റെസിപ്പിയുമായി വരാം. ബൈ.